ഏതൊരു കടയുടമയുടെയും ഏറ്റവും വലിയ ആഗ്രഹം കൂടുതൽ കച്ചവടം നടത്തുക, നല്ല ലാഭമുണ്ടാക്കുക എന്ന് തന്നെയാവും. എന്നാൽ ലോകപ്രശസ്ത സ്ട്രീറ്റ് വെയർ ബ്രാൻഡ് സുപ്രീം ഇതിന് നേരെ വിപരീതമാണ് ചെയ്തത്. അവർക്ക് സാധനങ്ങൾ വിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ലോകം ഞെട്ടിയ ഒരു വലിയ മാർക്കറ്റിംഗ് തന്ത്രം ഇതിന് പിന്നിലുണ്ട്. ബിസിനസ്സിലെ ഏറ്റവും സിമ്പിൾ റൂൾ ഡിമാൻഡ് ഉള്ളപ്പോൾ സപ്ലൈ കൂട്ടുക എന്നതാണ്. എന്നാൽ സുപ്രീം അവരുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടിയപ്പോൾ സപ്ലൈ മനഃപൂർവ്വം കുറച്ചു. ഉദാഹരണത്തിന് 100 പേർക്ക് ഒരു ജാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം വെറും 10 എണ്ണമേ നിർമ്മിക്കൂ. ബാക്കി 90 പേർക്കും അത് കിട്ടില്ല. ദേ ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി. മാർക്കറ്റിൽ ഒരു സാധനം കിട്ടാനില്ലെന്ന് വരുമ്പോൾ അത് വാങ്ങാനുള്ള ആവേശം ആളുകൾക്ക് കൂടും. സുപ്രീം ഓരോ തവണയും പുതിയ ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലോകത്തിലെ വലിയ നഗരങ്ങളിലെ അവരുടെ കടകൾക്ക് മുന്നിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ആളുകൾ ക്യൂ നിൽക്കും. എല്ലാവർക്കും സാധനം കിട്ടില്ലെന്ന് ഉറപ്പായിട്ടും ആളുകൾ കാത്തു നിൽക്കുന്നത് ആ ഒരു അപൂർവത സ്വന്തമാക്കാനാണ്. കടയിൽ നിന്ന് 10,000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ജാക്കറ്റ് കടയ്ക്ക് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ മറ്റ് വെബ്സൈറ്റുകളിൽ 50,000 രൂപയ്ക്കോ 1,00,000 രൂപയ്ക്കോ വിൽക്കാൻ കഴിയുന്ന റീസെയിൽ വാല്യൂ സുപ്രീം പ്രൊഡക്ട്സിനുണ്ട്. തങ്ങളുടെ ലോഗോ പതിപ്പിച്ച ഒരു സാധാരണ ഇഷ്ടിക പോലും സുപ്രീം വിറ്റഴിച്ചിട്ടുണ്ട്, അതും മിനിറ്റുകൾക്കുള്ളിൽ. സാധനം എന്താണ് എന്നതിനേക്കാൾ അത് കിട്ടാനില്ല എന്നതിലാണ് ഇവിടെ വാല്യൂ. മറ്റാർക്കും കിട്ടാത്ത സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് കാണിക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെയാണ് സുപ്രീം പണമാക്കുന്നത്.